നമ്മുടെ നാട്ടിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരുപാട് ആൾക്കാർ മോശമായ രീതി ജീവിക്കുന്നുണ്ട്, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കുന്നു, പല കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പലയിടത്തും അടിയും വഴക്കും വെട്ടും കുത്തും കൊട്ടേഷൻ പരിപാടികൾ ചെയ്യുന്നു. ആൾക്കാരെ കാലുകൾ വെട്ടുന്നു, കൈകൾ വെട്ടുന്നു, പലരെയും കൊല്ലുന്നു, പൈസയ്ക്ക് വേണ്ടി പലരെയും കൊല്ലുന്നു. അങ്ങനെ ഒരുപാട് മോശ പ്രവൃത്തികൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ തന്നെ പലരെയും ചതിയിൽ കൂടെ പെടുത്തുന്നുമുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഉള്ള നമ്മളെ ഭരണകൂടം ശക്തമായി പ്രവർത്തിക്കണം. ഭരണകൂടത്തിന് ശക്തമായൊരു നിലവാരം ഉണ്ടാവണം, ശക്തമായ നിയമങ്ങളുണ്ടാവണം. നമ്മുടെ പോലീസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ശക്തിപ്പെടണം. പോലീസ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ പേടിക്കണം. ജയിലെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ പേടിക്കണം. അല്ലാതെ ഭൂമിയിൽ കിടന്ന് അവർക്ക് തോന്നുന്ന പോലെ ചെയ്ത്, അവർക്ക് തോന്നിയാസം പോലെ ജീവിച്ച്, പലരെയും അടിക്കുകയും വെട്ടുകയും കുത്തുകയും ചെയ്ത്, പലരെയും പീഡിപ്പിക്കുകയും ചെയ്ത്, പലരെയും നശിപ്പിച്ചിട്ട് ജയിലിൽ പോയി കിടന്ന് സുഖവാസം, നല്ല ആഹാരങ്ങൾ കഴിച്ച് അവിടെ സുഖവാസമായിട്ട് 2-3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ അവിടെ കിടക്കാന്നുള്ള ഒരു നിലവാരമല്ല. ജയിലെന്ന് പറഞ്ഞാൽ പേടിക്കണം. ജയിലിൽ പോകാൻ ഒരേ വ്യക്തികളും ജയിലിൽ പോകാൻ പേടിക്കണം. പോലീസെന്ന് പറഞ്ഞാൽ വിറയ്ക്കണം. പോലീസെന്ന് പറഞ്ഞാൽ വിറയ്ക്കണം, പേടിക്കണം. അത്രയ്ക്ക് ശക്തമായിരിക്കണം നമ്മളെ നാട്ടിലായിരിക്കുന്ന പോലീസുകാർ. ജയിലെന്ന് പറഞ്ഞാൽ പേടിക്കണം. കാര്യം ഒരു വ്യക്തി പോലും ജയിലിൽ പോകാൻ ആഗ്രഹിക്കരുത്, ഒരു വ്യക്തി പോലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ ആഗ്രഹിക്കരുത്. അത്രത്തോളം ജനങ്ങൾ കൺട്രോൾ ചെയ്ത് അവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു തെറ്റുകളും ചെയ്യാതെ, ആരടുത്തും ഒരു അടിക്കോ വഴക്കിനോ പോവാതെ, ആരടുത്തും ഒരു പ്രശ്നത്തിനും പോവാതെ, മറ്റൊരുത്തന് ബുദ്ധിമുട്ടാവുന്ന, മറ്റൊരുത്തന് ശല്യം വരുത്തുന്ന ഒരു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ഭാര്യയും അവരുടെ മക്കളെയും സംരക്ഷിച്ചുകൊണ്ട്, അവരെ വീട്ടിലായിരിക്കുന്ന അച്ഛനെയും അമ്മയെ സംരക്ഷിച്ചുകൊണ്ട്, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് സന്തോഷമായി ജീവിക്കുന്ന ഒരു അനുഭവം അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവണം. കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നു, നമ്മൾ കുറച്ച് ദിവസമാണ് ഇവിടെ ജീവിക്കുന്നത്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് പോയേ പറ്റൂ. അപ്പോൾ നമ്മളിവിടെ ജനിച്ചു, നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ജീവിക്കുന്നു, ദൈവം വിളിക്കുമ്പോൾ പോകണം. ആ ജീവിക്കുന്ന നാൾ വരെ, ഇപ്പോൾ കല്യാണം കഴിക്കാത്ത പയ്യനാണെങ്കിൽ അവൻ്റെ വീട്ടിലെ അമ്മേനെയും അച്ഛൻ്റെയും കാര്യങ്ങൾ നോക്കി, അവൻ്റെ സഹോദരങ്ങളെ കാര്യങ്ങൾ നോക്കി, അവൻ നല്ല രീതിയിൽ മറ്റൊരുത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവൻ സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ മുന്നോട്ട് ജീവിക്കണം. കല്യാണം കഴിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളെ നോക്കി സന്തോഷമായി മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ മുന്നോട്ട് ജീവിക്കണം. അപ്പോൾ നമ്മളെ നിയമങ്ങൾ നല്ല ശക്തമായ നിയമങ്ങളായിരിക്കണം. നമ്മളെ പോലീസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. നമ്മളെ നാട്ടിലായിരിക്കുന്ന ജനങ്ങൾ പോലീസെന്ന് പറഞ്ഞാൽ പേടിക്കണം. ഒരു തെറ്റും ആരും ചെയ്യരുത്, ആർക്കും ഒരു തെറ്റും ചെയ്യാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ അത്രത്തോളം കൺട്രോൾ ചെയ്ത് മനുഷ്യൻ ജീവിക്കണം. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ മരിക്കും. ആ ജീവിച്ചിരിക്കുന്ന നാൾ വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തെ ഭയന്ന് നമുക്ക് ജീവിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ നിയമങ്ങൾ കർശനമായ നിയമങ്ങളല്ലാത്തതുകൊണ്ടും നമ്മളെ പോലീസ് ശക്തമായി പ്രവർത്തിക്കാത്തതുകൊണ്ടുമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ തെറ്റുകൾ ചെയ്യുന്നു. അവർക്ക് യാതൊരു പേടിയില്ല, അവർക്ക് യാതൊരു ഭയവുമില്ല. ആരെ വേണമെങ്കിലും വെട്ടും, ആരെ വേണമെങ്കിലും അടിക്കും, ആരെടുത്ത് വേണമെങ്കിലും അടി കൂടാൻ പോകും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നിയമം ശക്തമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ ശക്തമായി പ്രവർത്തിക്കണം. ജനങ്ങളെ നല്ല രീതിക്ക്, ജനങ്ങളെ നല്ലൊരു മാർഗത്തിൽ ജനങ്ങളെ നടത്തണം, അവരെ പരിപാലിക്കണം. അതിനുവേണ്ടി നമ്മൾ നാട്ടിലായിരിക്കുന്ന എല്ലാ പോലീസ് സഹോദരങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഒരു വ്യക്തി പോലും തെറ്റ് ചെയ്യാതിരിക്കട്ടെ. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ജീവിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലായിരിക്കുന്ന എല്ലാ പോലീസ് സഹോദരന്മാരും അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമ്മളെ മന്ത്രിമാരും കർശനമായ നിയമങ്ങളും തീരുമാനങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കണം. ഓക്കെ, താങ്ക് യു.